ഹലോ. നല്ല മഴയല്ലേ? ഈ നല്ല മഴയത്ത് മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങാൻ നമുക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഈ നല്ല മഴയൊക്കെ പെയ്യുമ്പം നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പം ഒരു വല്ലാത്ത സുഖമാണ്. നല്ല ആവി പറക്കുന്ന ഫുഡ്. നമുക്കിന്ന് അങ്ങനെ ഒരു ഷോപ്പിലേക്ക് പോയാലോ? നമ്മുടെ തളിപ്പറമ്പിൽ, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും ആലക്കോട് റൂട്ടിൽ നാടുകാണിയിൽ ഒരു ഈക്കെ തട്ടുകടയുണ്ട്. ഇവിടുത്തെ അപ്പം പൊള്ളിച്ചതും ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സുഖമാണ്. നല്ല ഫേമസ് ആണ് ആ ഫുഡ്. ഒരിക്കൽ നമ്മളവിടെ പോയി കഴിച്ചാൽ, ഈ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ വീണ്ടും നമ്മളവിടെ വണ്ടി നിർത്തുകയും ഒന്നും കൂടെ ആ ഭക്ഷണത്തിൻ്റെ രുചി ഒന്നും കൂടെ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ ട്രിപ്പ് ഈ ഈക്കെ തട്ടുകളിലേക്കാകാം അല്ലേ? നമ്മളങ്ങനെ നാടുകാണിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഈക്കെ തട്ടുകടയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ വഴി പോകുന്ന ആളുകളെല്ലാം ഇവിടെ കയറി ഒന്ന് ഭക്ഷണം ടേസ്റ്റ് ചെയ്തിരിക്കില്ല. നല്ല തിരക്കാണ് ഈ കടയുടെ പരിസരത്തൊക്കെ. പക്ഷേ വാഹനം പാർക്ക് ചെയ്യാനൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട്. ചില്ലലമാരിയിൽ ഉള്ളിവടയും സുഖീനും പഴംപൊരിയും പഴം നിറച്ചതും പരിപ്പുവടിയും വട്ടയപ്പവും കൊഴുക്കൊട്ടയും അതുപോലെ അറിയാത്ത ഒക്കെ പേരുള്ള കുറേ സാധനങ്ങളുണ്ട്. ഈ ചേട്ടനാണ്, ഈ ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടനാണ് ഇതിൻ്റെ ഉടമ. പ്രധാന കുക്ക് അവിടെ പാത്രത്തിൽ 2-3 പാത്രം ഒരുമിച്ച് അദ്ദേഹത്തിന് മുന്നിലുണ്ട്. എന്തൊക്കെയോ പൊടികളോ ഗ്രേവിയൊക്കെ കോരി പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം മിക്സിനുള്ളതോ അപ്പം ബിരിയാണിക്കുള്ളതോ അപ്പം പൊള്ളിച്ചതിനൊക്കെ ഉള്ളതാകാം. അപ്പം പൊള്ളിച്ചതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതെ, അപ്പം പൊള്ളിച്ചതിനുള്ള അപ്പം ചട്ടിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. 1-2 പാത്രത്തിൽ നിന്നും വിവിധ തരത്തിലുള്ള ഗ്രേവികൾ മിക്സ് ചെയ്തതായിരിക്കാം. അത് ഈ പാത്രത്തിലേക്ക് കോരി ഒഴിക്കുകയാണ്. ഇത് ആ ചട്ടിയിൽ ഇങ്ങനെ ചൂടായി വരും. ചൂടായി റെഡിയായി കുറച്ച് കുറുകി വരുമ്പോഴാണ് നമുക്കത് എടുത്ത് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് കഴിക്കാൻ റെഡിയായിട്ട് അവർ നമുക്ക് നൽകുന്നത്. കപ്പയാണോ അപ്പം മിക്സ് ആണോ എന്നറിയത്തില്ല. ചേട്ടൻ്റെ ചട്ടിയിൽ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റേ പാത്രത്തിൽ അപ്പം പൊള്ളിച്ചതിനുള്ള അപ്പം റെഡിയായി വരുന്നു. ഈ അപ്പം പൊള്ളിച്ചതിനൊപ്പം കിട്ടുന്ന ഒരു മുഴുത്ത ചിക്കൻ പീസും ഉണ്ട്. അത് കഴിക്കുമ്പോൾ നമ്മൾ എന്തായാലും വയറ് നിറയും. നമ്മുടെ അപ്പം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഏതായാലും അപ്പം പൊള്ളിച്ചതും ഒരു അപ്പം മിക്സിനും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം പൊള്ളിച്ചതിനൊക്കെ ഒപ്പം വെക്കുന്ന ഉള്ളി ഇവിടെ അരിയുന്നു. അതുപോലെ തന്നെ നാരങ്ങയും സാലഡുമൊക്കെ റെഡിയാക്കി പാത്രത്തിലേക്ക് വരികയാണ്. അപ്പം റെഡിയായി വരുന്നതിനൊപ്പം, ആ ചിക്കനൊക്കെ റെഡിയായി വരുന്നതിനൊപ്പം തന്നെ ഈ പാത്രം ഒരുക്കി വെക്കാൻ മറ്റൊരാളുണ്ട്. ഈ ഒരു ചിക്കൻ പീസ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞിരിച്ചാൽ, പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ. അവിടുത്തെ പാചകത്തിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കാം. നമ്മൾ കഴിക്കുന്നവർക്ക് ഒരിക്കലും ആ കൊടുക്കുന്ന തുക നഷ്ടമാകുകയില്ലെന്ന് തീർച്ചയാണ്. ഇവിടെ ഈ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒന്ന് കയറി ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യും. അത് നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല, അത് ഞാൻ ഗ്യാരണ്ടിയും തരാം. നമ്മുടെ അപ്പം പൊള്ളിച്ച് ഏതാണ്ട് സെറ്റായിട്ട് വരികയാണ്. നല്ല ചൂടായി ഗ്രേവിയൊക്കെ ഇന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് വിളമ്പാൻ റെഡിയായ അവസ്ഥയിലായി എന്ന് തോന്നുന്നു. ചേട്ടനത് ഒന്നും കൂടി ഇളക്കി ഒന്ന് ചുറ്റിച്ചെടുത്ത് അതിൻ്റെ അവസാനത്തെ ആ ടേസ്റ്റും കൂടെ അതിന് വരുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഈ കുറുകിയ ഗ്രേവി കാണുമ്പോൾ തന്നെ നമുക്കൊന്നെടുത്ത് കഴിക്കാൻ തോന്നുന്ന തരത്തിലാണ് അതിൻ്റെ ആ പാത്രത്തിലെ എൻ്റെ കണ്ടീഷൻ. 3 അപ്പമാണ് ഒരു പാത്രത്തിലേക്ക് അവർ തരിക. നോർമലിൽ കൂടുതൽ ആവശ്യപ്പെട്ട് നമുക്ക് ലഭിക്കും. ഓരോന്നായിട്ട് എടുത്ത് ഓരോ അപ്പവും അതിൻ്റെ ഒപ്പം ഗ്രേവിയും എടുത്ത് ആ ഗ്രേവിയും കൂടി അവസാനം ഒഴിച്ച് നമുക്ക് കഴിക്കാൻ റെഡിയായിട്ട് അവർ മാറ്റി. അപ്പോൾ സംഭവം റെഡിയായി. ഉള്ളിയൊക്കെ വെച്ച് നല്ല വെച്ചിരിക്കുന്ന ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ കൂടെ ഒന്ന് വെള്ളം ഊറുന്നുള്ള തീർച്ചയാണ്. ഈ വഴി പോകുമ്പം നിങ്ങളൊന്ന് കയറി ഇവിടുത്തെ അപ്പം പൊള്ളിച്ചതും അല്ല കപ്പ മിക്സോ, കപ്പ ബീഫ് കിട്ടും, കപ്പ പോട്ടി കിട്ടും, ഇതെല്ലാം കുളിക്കാം. കടയിൽ നല്ല തിരക്കാണ്. സമയം ഏതാണ്ട് 4 മണി ആയതേ ഉള്ളൂ. തുറന്നത് തന്നെ 3 മണിക്കാണ്. 3 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണി തൊട്ട് 11 മണി വരെയാണ് ഇവിടുത്തെ സമയം. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴ പുറത്ത് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ക്യൂ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് പുറത്തുനിന്ന് ചായ കുടിക്കുന്നവരുണ്ട്, ഓർഡർ ചെയ്ത് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട്. ആ കടിയൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് മേടിക്കാൻ തോന്നും. ഏതായാലും പുറത്ത് നല്ല മഴയാണ്.
ഏതായാലും ഈ ആലക്കോട് റൂട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ അല്ലെങ്കിൽ തളിപ്പറമ്പ് ആലക്കോട് റൂട്ടിലാണ് ഈ റൂട്ടിൽ വരുമ്പം ഇവിടുത്തെ അപ്പം പൊള്ളിച്ചതോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി നിങ്ങളൊന്ന് ആസ്വദിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തളിപ്പറമ്പ് ആലക്കോട് റൂട്ടിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഈ കെ തട്ടുകടയിലെ ഭക്ഷണത്തിൻ്റെ രുചി നിങ്ങളും ഒന്ന് രുചിച്ചു നോക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ.